ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തിയുടെ പ്രസന്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജീവിതം. അപ്പൊ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ നിങ്ങളുടെ വ്യക്തിയുടെ ബുദ്ധി വിമാനമാണല്ലോ. കാരണം വേണ്ടുന്നതിനേക്കാളും കൂടുതൽ വേണ്ടാത്തതിന് ഒരുപാട് കാര്യങ്ങൾക്ക് ബുദ്ധി ഉപയോഗിക്കുന്നുണ്ട്. അത് എടുത്തുചാട്ടം, തന്നിഷ്ടപ്രകാരമുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യല്, അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ നല്ല ഉപദേശങ്ങൾ ചെവി കൊള്ളാതെ ഉള്ളൊരു പോക്ക്, അതുവഴി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാര്യങ്ങൾ, ആ ബുദ്ധിമുട്ട് മറ്റുള്ളവരിലോട്ടും കൊടുക്കുന്നു. നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ആരൊക്കെ ഭാഗമായിട്ടുണ്ട്, ആ ഭാഗമായവർക്കും ആ ബുദ്ധിമുട്ട് വാരിക്കോരി കൊടുക്കുന്ന പോലെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നടക്കുന്നത്. ഈ വ്യക്തിയുടേതായിട്ടുള്ള പോസിറ്റീവ് കാര്യങ്ങൾ എടുക്കുന്നതിനേക്കാളും കൂടുതൽ നെഗറ്റീവ് കാര്യങ്ങൾ മറ്റുള്ളവർ അനുഭവിക്കേണ്ട സിറ്റുവേഷൻസ് ആണ് ഇവിടെ ഉള്ളത്. കാരണം പുള്ളി അല്ലെങ്കിൽ പുള്ളിക്കാരത്തി എന്ത് പരിപാടി ചെയ്യുവാണെന്നുണ്ടെങ്കിലും അത് നെഗറ്റീവാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവരെ പഴിക്കാനായിട്ട് സമ്മതിക്കില്ല, അല്ലാന്നുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാനായിട്ട് സമ്മതിക്കില്ല. ഞാനും അല്ല, എൻ്റെ കയ്യും അല്ല എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു കളയും. അല്ലെങ്കിൽ ആ സാഹചര്യം കൊണ്ട് അങ്ങനെ വന്നു, എൻ്റെ കുറ്റമല്ല, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടേതായിട്ടുള്ള കുറ്റമാണ്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആ സാഹചര്യങ്ങളുടെ കുറ്റമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കുറ്റം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ വന്നത്. എപ്പോഴും ഒരു കുറ്റത്തിന്റെ ആരോപണം മറ്റുള്ളവരുടെ അടുത്തോട്ടോ മറ്റുള്ള സാഹചര്യങ്ങളിലോട്ടോ എപ്പോഴും ചാരാനാണ് നിങ്ങളുടെ ആളുടെ ആഗ്രഹം. അതേസമയം അംഗീകാരം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പദവി, ഒരു ചക്രവർത്തി അല്ലെങ്കിൽ ചക്രവർത്തിനിയുടെ കാര്യങ്ങളൊക്കെ കൈനീട്ടി സ്വീകരിക്കുകയും ചെയ്യും. മറ്റുള്ളവർക്കൊന്നും കൊടുക്കാൻ ഇഷ്ടപ്പെടില്ല. അതെനിക്ക് തന്നെ വേണം എന്ന് നിങ്ങളുടെ ആള് ഉദ്ദേശിക്കും. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നിങ്ങളുടെ വ്യക്തിയുടെ ബുദ്ധി വിമാനമാണല്ലോ. ഏതോ ഒരു പരസ്യമില്ലേ, അതുപോലെ. കാരണം നല്ല രീതിക്ക് ഇവരെ സ്നേഹിച്ചു പോയി, അല്ലെങ്കിൽ ഇവരെ സ്വീകരിച്ചു പോയി എന്നുള്ള രീതിയിൽ മറ്റുള്ളവര് നല്ല രീതിക്ക് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കുറെ ആളുകൾ അനുഭവിച്ചു കഴിഞ്ഞു. നീറുക എന്നൊക്കെ പറയില്ലേ, നല്ല നീറ്റല് ഉണ്ടാക്കിയിരിക്കുന്ന അവസ്ഥ. എന്നാൽ അത് നമ്മൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാനായിട്ട് നോക്കണതിന് പകരം വീണ്ടും എന്താ പറയാ, ഓരോ എടുത്തുചാട്ടങ്ങൾക്ക് വീണ്ടും തയ്യാറായിട്ട് നിൽക്കുന്ന പോലുള്ള ഒരു അവസ്ഥയെ ഇവിടെ കാണിക്കുന്നത്. ആ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അതിൽ നിന്ന് പിന്മാറുന്നതിന് പകരം വീണ്ടും അതിൽ തന്നെ
ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെ അടുത്തായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും സിറ്റുവേഷൻസിലായിരിക്കാം. വീണ്ടും അതിൽ തന്നെ നിന്ന് ഓരോ പരിപാടികൾ വാങ്ങിച്ചു കൂട്ടുന്ന കാര്യങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവര് പറയുന്ന കാര്യങ്ങളെല്ലാം എല്ലാവരും മുഖവിലേക്ക് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരിക്കും. അത് ചിലപ്പോൾ നല്ലതാണെങ്കിലും ചീത്തയാണെന്നുണ്ടെങ്കിലും പൊട്ടത്തരം ആണെന്നുണ്ടെങ്കിലും എല്ലാവരും അത് കൈയടിച്ച് പാസ്സാക്കി അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നതാണ് ആഗ്രഹം. കുറ്റപ്പെടുത്താനോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്തിട്ടല്ലേ ഇങ്ങനെ വന്നത്, അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ്, അങ്ങനെയൊക്കെ കേൾക്കാനോ അതൊന്നും സ്വീകരിക്കാനോ ചെവിക്കൊള്ളാനോ പോലും തയ്യാറല്ല. ആ പറഞ്ഞു കൊടുക്കുന്നവൻ അല്ലാന്നുണ്ടെങ്കിൽ ആ ഉപദേശിക്കുന്ന ആള്, നല്ല രീതിയിൽ നടത്തിക്കാൻ വരുന്ന ആള് അവിടെ ഇവരുടെ മുമ്പിൽ തെറ്റുകാരൻ, കുറ്റക്കാരൻ, കൊടും പാകി, ശിക്ഷിക്കുന്ന ആള്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഇവരെ ഇഷ്ടമില്ലാത്ത രീതിയിലാണ് പെരുമാറുന്നത് എന്നുള്ള രീതിയിലാക്കിക്കളയും. ശരിക്കും നല്ല കാര്യങ്ങളാണ് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുന്നത്. ഇന്നതുപോലെ ഇന്ന വഴിയിൽ ഇങ്ങനെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് നല്ല കാര്യങ്ങളാണ് എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കാതെ മാനസികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടലുകളും അവനവന്റെ കുടുംബം തന്നെ വഴിയാധാരമാക്കുന്ന രീതിയിൽ മറ്റുള്ളവരെയും കൂടി വഴിയാധാരമാക്കുന്ന രീതിയിൽ, ഇപ്പോൾ ചില കേസിൽ കുട്ടികൾ വരെ ഇതിൻ്റെ അകത്തുണ്ട്, അതുങ്ങളെയും കൂടി ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ പല പരിപാടികളും ചെയ്ത് കാണിച്ചു കൂട്ടുന്നു. നമുക്കൊരു 3, 4, 5 വയസ്സുള്ള കുഞ്ഞുങ്ങളോടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവര് പിച്ച വെച്ച് നടക്കുന്ന പ്രായമാണ്. അവർക്ക് നമ്മൾ ശകാരിക്കാം, നല്ല രീതിയിൽ പറയാം, അവര് പിന്നെയും ഒന്ന് കേൾക്കും. പക്ഷേ നിങ്ങളുടെ ആളോട് നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ മനസ്സ് മടുത്തിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. ശരിയാവും, പേടിക്കണ്ട, വിഷമിക്കാതിരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ടെൻഷനിലാണ്. എങ്ങനെ ഒന്ന് ഈ പരിപാടികളൊക്കെ മാറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേ ബി അറിയാമായിരിക്കും ഇവരേത് സാഹചര്യത്തിലാണുള്ളത്, ഇവരേത് വ്യക്തികളുടെ അടുത്താണുള്ളത്, അല്ലെങ്കിൽ ഇവർക്ക് ഏതിൽ നിന്ന് എന്തൊക്കെ കിട്ടും, അതിൽ നിന്ന് നെഗറ്റീവ് ആയിരിക്കുമോ, ഇവരുടെ എന്തെങ്കിലും വാങ്ങിക്കാനായിരിക്കുമോ, ഇവരുടെ പണം വാങ്ങിക്കാനോ, ഇവരെ കരുവാക്കി ഏതെങ്കിലും ജീവിതങ്ങൾ തകർക്കാൻ വേണ്ടിയിട്ടാണോ മറ്റുള്ളവർ ഇവരെ യൂസ് ചെയ്യുന്നത്, കുടുംബത്തിന്റെ കല്ല് അല്ലെങ്കിൽ ഒരു ജീവിതത്തിന്റെ അടിത്തറ തന്നെ ഇളക്കുന്നവരാണോ ഇവരുടെ കൂടെ കൂടിയിരിക്കുന്നവര് എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ മനസ്സിലാക്കേണ്ട ആള് മനസ്സിലാക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല. പകരം ചെയ്തു വെച്ചതിനൊക്കെ ന്യായീകരണമായിട്ട് മെഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ന്യായീകരണ സിംഹമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണക്കാക്കാം. ഇവിടെ അങ്ങനെയുള്ള പരിപാടികൾ നല്ല രീതിക്ക് കാണിക്കുന്നുണ്ട്. ഇതിപ്പോ ഒന്നും അറിയില്ലാത്ത നിങ്ങൾ ഇതിൽ കിടന്ന് നീറൽ അനുഭവിക്കേണ്ട സിറ്റുവേഷൻസും ഇവിടെ ഉണ്ടാവുന്നു. ഓക്കെ, നിങ്ങളുടെ വ്യക്തിക്ക് നല്ല രീതിക്ക് മൂവ് ഓൺ ചെയ്യണമെന്ന് പല ആഗ്രഹങ്ങളും ചില സമയത്ത് വരും. ഇപ്പൊ നിൽക്കുന്ന സിറ്റുവേഷൻസിൽ നിന്നോ അല്ലെങ്കിൽ പല ബന്ധനങ്ങളിൽ നിന്നോ. പക്ഷെ പടിയിറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിപ്പോയി, പല വ്യക്തികളുടെയും ബന്ധനത്തിൽ ആയിപ്പോയി. ഇപ്പൊ പലരും ചിന്തിക്കുന്നുണ്ടാവും, എൻ്റെ വ്യക്തിനെ അങ്ങനെ അടിച്ചു മാറ്റി കൊണ്ടുപോയി, എൻ്റെ വ്യക്തിനെ ഇങ്ങനെ അടിച്ചു മാറ്റി കൊണ്ടുപോയി. അപ്പൊ ഒരു കാര്യം ചിന്തിക്കുക, നമ്മളിപ്പോ അടിച്ചു മാറ്റി കൊണ്ടുപോകാനായിട്ട് ഈ പറയുന്ന പോലെ ചിപ്സോ മിക്സ്ചറോ വെണ്ടക്കയോ തക്കാളിയോ അല്ലെങ്കിൽ സ്വർണമോ പണമോ ഒന്നുമല്ല. ഒരു കൈ മാത്രം അടിച്ച സൗണ്ട് ഉണ്ടാവോ? 2 കൈ അടിക്കുമ്പോഴല്ലേ സൗണ്ട് വരുള്ളൂ. നമുക്ക് നോക്കാം. നിങ്ങൾ വിഷമിക്കാതെ ഇരിക്കുക.
ഓക്കെ, നിങ്ങളുടെ ആളുടെ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഏറ്റുമേടിച്ചിരിക്കുന്നത് ഒന്നല്ലെങ്കിൽ ഇവരായിട്ട് റിലേഷൻഷിപ്പിലായിരുന്ന ഇവർ അത്രയും സ്നേഹിച്ച ആളുകളാണ്. ഒന്നല്ലെങ്കിൽ ഭാര്യാസ്ഥാനം, അല്ലാന്നുണ്ടെങ്കിൽ ലവറിന്റെ സ്ഥാനം ഉള്ളവര്, ഇവരെ നല്ല രീതിക്ക് ഇവരുടെ പ്രത്യേകിച്ച് ലാഭങ്ങളൊന്നും ഇല്ലാതെ ഇഷ്ടപ്പെട്ടവരാണ് ഇവരുടേതായിട്ടുള്ള A to Z നെഗറ്റീവ് കാര്യങ്ങൾ വാങ്ങിച്ചേക്കുന്നത്. ബാക്കി എല്ലാ സ്ഥാനങ്ങളിലോട്ടും ഇവര് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ട്, കൊടുക്കുന്നുമുണ്ട്. അങ്ങനെയുള്ള കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ മക്കളുണ്ടെന്നുണ്ടെങ്കിൽ ആ മക്കളും ഈ പറയുന്നത് പോലെ ഇവര് ചെയ്യുന്നതിൻ്റെതായിട്ടുള്ള ഒരു വിങ്ങല് തേങ്ങല് ഒക്കെ കുഞ്ഞുങ്ങളും അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഈ രണ്ടു തരത്തിലുള്ള ആളുകളാണ് ബുദ്ധിമുട്ടുകൾ കൂടുതൽ അനുഭവിച്ചേക്കുന്നത്. ബാക്കി എല്ലാവരും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നല്ല രീതിക്ക് ഇങ്ങനെ കാർന്നു തിരിഞ്ഞുന്ന പോലെയാണ് ഇവിടെ ഉള്ളത്. അത് ചിലപ്പോൾ സഹോദര സ്ഥാനമായിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, പുറത്തുനിന്നുള്ള ഏതെങ്കിലും ആളുകളായിരിക്കാം, പാരൻസ് ആയിരിക്കാം, എന്താണെന്നുണ്ടെങ്കിലും അത് നല്ല രീതിക്ക് പോസിറ്റീവ് ഇവരുടെ നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട്. നെഗറ്റീവ് ഒക്കെ മറ്റുള്ളവരുടെ അടുത്തോട്ട് കൊടുക്കാനും നിർദ്ദേശിച്ചിട്ടുമുണ്ട്, അത് നല്ല രീതിക്ക് കൊടുത്തിട്ടുമുണ്ട്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും പിന്നെയും ഒന്ന് ഉയർത്തെഴുന്നേക്കണം, പുതിയ ജീവിതം തുടങ്ങണം, സാമ്പത്തികം നല്ല രീതിക്ക് വേണം, വീണ്ടും വീണ്ടും സാമ്പത്തികം വേണം, സാമ്പത്തികം നല്ല രീതിക്ക് കിട്ടിയേ പറ്റുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത ഇപ്പൊ നല്ല രീതിക്ക് അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. പുതിയതായിട്ട് എനിക്ക് തുടങ്ങിയേ പറ്റുള്ളൂ, എനിക്ക് പല കാര്യങ്ങളും ഒന്നേന്ന് തുടങ്ങണം, നല്ല ജീവിതം, നല്ല ഡ്രസ്സ്, നല്ല കാര്യങ്ങൾ, ഒരുപാട് ലക്ഷറി ആയിട്ടുള്ള പല കാര്യങ്ങളും തുടങ്ങണം, പല സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണം, ആ സ്വപ്നങ്ങളുടെ പുറകെ പോകണം എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ചിന്ത ഒരു നിമിഷം കൊണ്ട് ഒരുപാട് കാട് കയറി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. നല്ലതേ വരുള്ളൂ എന്നുള്ള രീതിയിൽ ഇപ്പൊ ഒരാളൊരു കാര്യം ഒരു അവിവേകം ചെയ്തു, അതിന് ഒരു തിരിച്ചടി ഉണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ ഒരു റിസൾട്ട് നെഗറ്റീവ് ആയിരിക്കും എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവരെ സംബന്ധിച്ച് അങ്ങനെയല്ല. എന്ത് ചെയ്തു കഴിഞ്ഞാലും പോസിറ്റീവ് റിസൾട്ട് ഇവർക്ക് ഉണ്ടാവൂ എന്നുള്ളൊരു ചിന്ത ഇവരുടെ ഉള്ളിലുണ്ട്. ഇവർക്ക് അത്രയും ബുദ്ധിയുണ്ട്, ഇവര് മണ്ടത്തരങ്ങളൊന്നും കാണിക്കത്തില്ല. ബാക്കി ലോകത്തുള്ള ആളുകളെല്ലാം മണ്ടത്തരം കാണിക്കുന്നവരാണ്, ബുദ്ധിയില്ലാത്തവരാണ്, അവിവേകം കാണിക്കുന്നവരാണ്. ഇവരും ഇവരുടേതായിട്ടുള്ള കുറച്ച് കൂട്ടാളികളും ഉണ്ട്. അവരെല്ലാം ഈ ലോകത്തിൽ ഭയങ്കര വിവേകമുള്ളവരും നല്ല ബുദ്ധിമാന്മാരും നല്ല നല്ല കാര്യങ്ങൾ കാണിക്കുന്നവരും പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് അവർക്ക് മാത്രം കിട്ടുന്നവരും ആയിരിക്കും. ബാക്കി എല്ലാവർക്കും നെഗറ്റീവ് റിസൾട്ട് കിട്ടുമെന്ന് ചിന്തിക്കുന്ന ആളാണ്. എനിക്ക് വലിയ അങ്ങനെയുള്ള കുറച്ച് കൂട്ടാളികളും ഉണ്ട്. കൂട്ടാളികളെയാണ് ആദ്യം ഓടിക്കേണ്ടത്. ഈ കൂട്ടാളികള് കുറച്ച് ഇങ്ങനെ ഇൻജക്ട് ചെയ്ത് കൊടുക്കുന്ന കുറച്ച് കൂട്ടാളികളുണ്ട്. ഈ വേണ്ടുന്നതും വേണ്ടാത്തതുമായിട്ട് ഇൻജക്ട് ചെയ്ത് കൊടുക്കുന്ന ഇവരുടെ തന്നെ, അതായത് നിങ്ങളുടെ വ്യക്തിയുടെ തന്നെ ജീവിതം നരകത്തിലാക്കിക്കൊണ്ടിരിക്കുന്ന കുറച്ച് കൂട്ടാളികളുണ്ട്. അവരെ മാറ്റുമ്പോൾ തന്നെ ഏകദേശം നിങ്ങളുടെ വ്യക്തി രക്ഷപ്പെട്ടു, നിങ്ങളുടെ വ്യക്തിയുടെ കൂടെ നിൽക്കുന്നവരും രക്ഷപ്പെടും. ഇതല്ല, വീണ്ടും 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 നരകാവസ്ഥയിലോട്ട് പോകുന്ന ഒരു പരിപാടി തന്നെയാണ് ഇത്. ഒറ്റക്കല്ലല്ലോ പോകുന്നത്, നിങ്ങളുടെ വ്യക്തിനെ സ്നേഹിക്കുന്നവരും കൂടി നരകത്തിലോട്ട് പോകേണ്ട ഒരു ബുദ്ധിമുട്ടല്ലേ, അവരെയും കൂടി പിടിച്ചിടുകയല്ലേ ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ അകത്തുള്ള ബുദ്ധിമുട്ട്. എന്നാലും കുഴപ്പമില്ല, എനിക്ക് പുതിയ ജീവിതം വേണം, എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടണം, ഇന്ന സ്ഥലങ്ങളൊക്കെ എനിക്ക് സന്ദർശിക്കണം, എനിക്ക് നല്ല രീതിയിൽ തന്നെ ജീവിക്കണം. ചില സമയത്ത് ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാവും. ടെൻഷൻ ഉണ്ടാകുമ്പോൾ അത് മറ്റുള്ളവരുടെ അടുത്തോട്ട് അങ്ങോട്ട് കൊടുക്കും. ചില സമയത്ത് നല്ല രീതിക്കുള്ള ഹാപ്പിനെസ് ഉണ്ടാവും. ആ ഹാപ്പിനെസ് ആണെന്നുണ്ടെങ്കിൽ അതൊന്നും കൊടുക്കില്ല, അത് ഒറ്റക്ക് അനുഭവിക്കാനാണ് ഇഷ്ടം. വേറെ ഏതെങ്കിലും ഓക്കെ, നിങ്ങളുടെ വ്യക്തി വിചാരിച്ചാലും ഇപ്പൊ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാലും ഈ പറയുന്ന ബന്ധനങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടിയെടുക്കാൻ പറ്റും. അത് വേണ്ട പോലെ ചെയ്യണമെന്നേ ഉള്ളൂ.
വേണ്ട രീതിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആളുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബന്ധനങ്ങളിൽ നിന്നൊക്കെ മോചിപ്പിക്കാൻ പറ്റും. നിങ്ങൾക്കും മോചനം കിട്ടും. കാരണം ഇതില് ഈ പറയുന്ന പോലെ പല ബന്ധനങ്ങളും ഉണ്ട്. ഇപ്പൊ ബ്ലാക്ക് മാജിക്കിന്റെ രീതിയിലുള്ള ബന്ധനങ്ങളും ഉണ്ട്, പല രീതിയിലുള്ള പരിപാടികളും ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ മോചനങ്ങളൊക്കെ ഉണ്ടാക്കി നിങ്ങളുടെ വ്യക്തിക്ക് ഒരു പ്യൂരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഈ കമന്റിൽ കൂടി ഇതെങ്ങനെ സാധിക്കും, ഇതെങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരാളുടെ കാര്യം നോക്കാതെ എങ്ങനെ എന്ത് എന്ന് പറയാൻ പറ്റുമോ? പല ആളുകൾക്കും പല രീതിയിലുള്ള ബ്ലാക്ക് മാജിക് ആയിരിക്കും ചെയ്തു വെച്ചിരിക്കുന്നത്. ഏത് രീതിയിലുള്ളതാണെന്ന് നോക്കാതെ എങ്ങനെ പറയാൻ കഴിയും? കാരണം ഇത് ഞാൻ പറഞ്ഞു മടുത്തു കമന്റിൽ കൂടി. അതുകൊണ്ടാണ് ഞാൻ പറയുകയാണ്, ഒരാൾക്ക് ചെയ്തു വെച്ചിരിക്കുന്നതായിരിക്കില്ല അടുത്ത ആൾക്ക് ചെയ്തു വെച്ചിരിക്കുന്നതായിരിക്കില്ല മറ്റേ ആൾക്ക്. ഓക്കെ, അപ്പൊ മോചനം കാര്യങ്ങൾ എന്തായാലും പരിപാടികളൊക്കെ വിചാരിച്ചാൽ നടക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ദുരിതത്തിലോട്ട് ഇത് പോയിക്കൊണ്ടിരിക്കും. ഇവര് ദുരിതത്തിലോട്ട് പോകുന്നതിനേക്കാളും കൂടുതൽ ഇവരെ വിചാരിക്കുന്ന, അതായത് ഇവരുടെ ജീവിതത്തിന് ഭാഗമായവരും ആ ദുരിതം ഏറ്റുവാങ്ങേണ്ട ഒരു സിറ്റുവേഷൻസിലോട്ട് പോകും. ഓക്കെ, അതെന്തായാലും പോവാതിരിക്കട്ടെ. എല്ലാവർക്കും നല്ല നല്ല കാര്യങ്ങൾ നടക്കട്ടെ. കാരണം നമുക്ക് എപ്പോഴും വിഷമിച്ചിരിക്കാൻ പറ്റൂലല്ലോ. നമ്മൾ നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, എല്ലാവരുടെയും കാര്യങ്ങൾ മാറട്ടെ. നമുക്ക് എല്ലാവർക്കും സന്തോഷം വേണം, പക്ഷെ നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കുക. അല്ലാതെ സന്തോഷം ആരും നമ്മളുടെ കയ്യിൽ കൊണ്ടുവന്ന് തരില്ല. നമ്മൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അതിനുള്ള റിസൾട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പൊ എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ മാറട്ടെ, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്ക്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോയല്ല. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.